അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യം, ഒരു കോഡ് അനുസരിച്ച് awake എന്ന വേർഡിനെ ZVZJD എന്ന് എഴുതിയാൽ അതേ കോഡ് അനുസരിച്ച് ഫ്രണ്ട് എന്ന വേർഡിനെ എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. EQHMDE UQHDME EQHDMC UQHDMF. ഈ 4 ഓപ്ഷനുകളിൽ ഏതാണ് ശരി ഉത്തരം എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? AWAKE എന്ന വേർഡിനെ എങ്ങനെ നമുക്ക് കോഡ് ഉപയോഗിച്ച് എഴുതാം? ZVZJD. അപ്പോൾ ഇനി നമ്മൾക്ക് ഏത് വേർഡിനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഫ്രണ്ട്, FRIEND. അതിൻ്റെ കോഡ് എങ്ങനെ എഴുതാം? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അവൈക്കിനെ ZVZJD എന്ന് എഴുതാനുള്ള കാരണം, അവൈക്ക് എന്നുള്ളതിൽ ഓരോ ലെറ്ററിനെയും പുറകിലോട്ട് ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് നീക്കിയിരിക്കുകയാണ്. അപ്പൊ എന്താ, എയുടെ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ വരും? Z വരും അല്ലേ? അപ്പൊ നോക്കാം, AWAKE. ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് A പോയാൽ Z, W ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പോയാൽ V, A വീണ്ടും ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പോയാൽ Z, K ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പോയാൽ J, E ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പോയാൽ D. കണ്ടോ? അപ്പോൾ എല്ലാം -1 എന്നുള്ള രീതിയിൽ ബാക്കിലോട്ട് പോയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഫ്രണ്ടിനെ എങ്ങനെ എഴുതാം നോക്കാം. FRIEND. F എന്നൊരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പോകാം. എത്രയാണ് വരിക? E ആണ് വരിക. നെക്സ്റ്റ് R ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പോയാൽ Q. then I, H, then E, D, then N, M, D, C, EQHDMC. EQHDMC ആണ് നമുക്ക് കിട്ടേണ്ട ശരി ഉത്തരം. EQHDMC. അപ്പോൾ EQHDMC ആണ് ശരി ഉത്തരം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കാം, ക്വസ്റ്റ്യനിൽ എന്തുണ്ട്? അവൈക്ക് എന്നുള്ളത് ZVZJD എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് കമ്പയർ ചെയ്ത് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഓരോ ലെറ്റർ ബാക്കിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ A എന്നുള്ളത് ബാക്കിലോട്ട് നീക്കിയാൽ Z, W ബാക്കിലോട്ട് നീക്കിയാൽ V, Aയിൽ നിന്ന് ഒന്ന് ബാക്കിലോട്ട് നീക്കിയാൽ വീണ്ടും Z, Kയിൽ നിന്ന് ഒന്ന് ബാക്കിലോട്ട് നീക്കിയാൽ J, Eയിൽ നിന്ന് ഒന്ന് ബാക്കിലോട്ട് നീക്കിയാൽ കിട്ടുന്ന ലെറ്റർ D. അതുപോലെ ഫ്രണ്ട് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഫ്രണ്ട് F ബാക്കിലോട്ട് വരുമ്പോൾ E, R ബാക്കിലോട്ട് വരുമ്പോൾ Q, I ബാക്കിലോട്ട് നീക്കുമ്പോൾ H, E ബാക്കിലോട്ട് നീക്കുമ്പോൾ D, N ബാക്കിലോട്ട് നീക്കുമ്പോൾ M, D ബാക്കിലോട്ട് നീക്കുമ്പോൾ C. അപ്പോൾ എല്ലാം ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഏതായിരിക്കും? EQHDMC. അപ്പോൾ EQHDMC ആണ് ശരി ഉത്തരം. അപ്പോൾ EQHDMC ഇതാണ് കറക്റ്റ് ആൻസർ. ഇത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.